ഹായ്, ഇറ്റ്സ് മീ ശരൺ. ലിവിംഗ് ബിഹൈൻഡ് ദ വീൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മാരുതി സുസുക്കിയുടെ എസ്പ്രസോ ആണ്. എസ്പ്രസോയുടെ VXI ഓപ്ഷണൽ എന്ന മോഡലാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വണ്ടി ഒന്ന് പരിചയപ്പെടാം. വണ്ടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിലാണ് ഹെഡ്ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഹാലജൻ ബൾബാണ് വന്നിരിക്കുന്നത്. ഹാലജൻ ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ഒരു പാർക്കിംഗ് ലൈറ്റ്, അതുപോലെ തന്നെ ഹാലജൻ ഇൻഡിക്കേറ്ററുമാണ് വന്നിരിക്കുന്നത്. VXI ഓപ്ഷണൽ ആയതുകൊണ്ട് തന്നെ നിരവധി ഫീച്ചറുകൾ ഈ വണ്ടിയിലുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ്. ഈ ക്രോം എലമെൻറ്റുകളും കാര്യങ്ങളും എല്ലാം. ഒരു 180 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വളരെ വലിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. നമുക്കിനി വണ്ടിയുടെ സൈഡ് ഭാഗത്തോട്ട് പോകാം. സൈഡ് ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഡയമെൻഷൻ പറയാം. ഡയമെൻഷൻ വരുന്നത്, നീളം വരുന്നത് 3565 mm ആണ് ഇതിൻ്റെ നീളം വരുന്നത്. വീതി വരുന്നത് 1520 mm ആണ്. അതേ കണക്ക് ഉയരം വരുന്നത് 1567 mm ആണ് ഇതിൻ്റെ ഉയരം വരുന്നത്. വളരെ നല്ലൊരു ഉയരമാണ്. അതേ കണക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 180 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ വീൽ ബേസും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2380 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. നമുക്കിനി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 14 ഇഞ്ച് വീലാണ് ഈ വണ്ടിയിൽ വരുന്നത്. ടയർ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ 165 76 14 എന്ന ടയർ സൈസാണ് ഇത് വരുന്നത്. VXI പ്ലസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വീൽ കപ്പും മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ക്ലാഡിങ്ങും ഈ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ് ഈ വണ്ടിയിൽ. നമുക്കിനി ഇതൊരു പഴയ മോഡലിൻ്റെ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇൻഡിക്കേറ്റർ വരുന്നത്. ഇതിലൊരു മാറ്റവും വന്നിട്ടില്ല ഈ വണ്ടിയിൽ. പിന്നെ നമുക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പഴയ പോലത്തെ ഡോർ ഹാൻഡിലാണ് ഓപ്പണിങ്ങിൻ്റെ വരുന്നത്. പഴയ മോഡലിൻ്റെ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോഴും ഒരു മാറ്റം അതിലൊന്നും കൊണ്ടുവരാൻ വണ്ടിക്ക് പറ്റിയില്ല, നമ്മുടെ എക്സ്പ്രസോയിൽ കഴിഞ്ഞിട്ടില്ല. നമുക്ക് മിററിലോട്ട് വരാം. മിററിലോട്ട് വന്നാൽ ബോഡി കളർ മിറർ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന മിററാണ് ഇതിനകത്ത് വരുന്നത്. VXI പ്ലസ് ഓപ്ഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഒരു റെയിൻ ഗാർഡ് വരുന്നുണ്ട്. അതെല്ലാം എക്സ്ട്രാ ആക്സസറീസ് ആയിട്ടാണ് വരുന്നത്. നമുക്കിനി വണ്ടിയുടെ പുറകുവശത്തോട്ട് പോകാം. എന്തൊക്കെ മാറ്റങ്ങളാണ് പുറകുവശത്ത് നോക്കാം. നമുക്ക് പുറകുവശത്തോട്ട് വരുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ടെയിൽ ലാമ്പ് വന്നിരിക്കുന്നത്. ഡെമ്മി ലൈറ്റ്, ഇവിടെ ഒരു ഡെമ്മി ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഒറിജിനൽ ലൈറ്റ് വന്നിട്ടുണ്ട്. ഈ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഡെമ്മി ലൈറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ റിവേഴ്സ് ലൈറ്റിന് ഒരെണ്ണം ഡെമ്മി ആയിട്ടാണ് വരുന്നത്. നമുക്ക് ബാക്ക് ഗ്ലാസ്സിലോട്ട് വന്നാൽ അത്യാവശ്യം വിശാലമായ ബാക്ക് ഗ്ലാസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ സ്പോയിലറൊക്കെ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ അതാണെങ്കിൽ ഈ ക്രോം എലമെൻറ്റും കാര്യങ്ങളും എല്ലാം എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ പുറകിലോട്ട് പ്രത്യേകിച്ച് പറയാൻ സുസുക്കിയുടെ ഒരു എംബ്ലം ഉണ്ട്. എസ്പ്രസോയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ നമ്മളിത് ലിവർ ഉപയോഗിച്ചാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഓപ്പണോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇതിന് വരുന്നത്. VXI പ്ലസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. അതേപോലെ നമുക്ക് ബൂട്ട് സ്പേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 240 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പിനി ഉണ്ടോ നോക്കാം. സ്റ്റെപ്പിനി ഉണ്ട്, ഏകദേശം സെയിം സൈസ് തന്നെ, അതായത് 165 76 14 തന്നെ സ്റ്റെപ്പിനി ടയർ തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. അങ്ങനെ ഫ്യൂവലിൽ വന്നു കഴിഞ്ഞാൽ അപ് ടു E20 പെട്രോൾ വരുന്നുണ്ട് ഫ്യൂവലിൻ്റെ. ഓക്കെ, ഈ ഫ്യൂവലിനെ നമ്മൾ തുറക്കുന്നത് ഇങ്ങനെ തുറന്ന് നമ്മൾ ഇവിടെ കൊളുത്തി വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ബോഡിയിൽ തട്ടി സ്ക്രാച്ചസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ ഫ്യൂവൽ അടിക്കുന്നവരോടും പ്രത്യേകം പമ്പിലെ ജീവനക്കാരോടും പറയണം, ഈ ഫ്യൂവലിൻ്റെ ക്യാപ്പ് ഇങ്ങനെ കൊളുത്തി വെക്കാൻ പറയണം. മിക്കവരും ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ അത് സ്ക്രാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാം. നമുക്ക് ഏകദേശം 27 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ ലെഗ് സ്പേസും ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ടേ, ഇതിൻ്റെ ബാക്ക് ഡോർ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നും തന്നെ ഇല്ല. 2 ഡോർ പവർ വിൻഡോ ആണ് ഇതിന് വരുന്നത്. ബാക്കിൽ മാനുവൽ വിൻഡോ ആണ് വരുന്നത്. മാനുവലായിട്ട് തുറക്കുന്ന രീതിയിലുള്ള വിൻഡോ ആണ് വരുന്നത്. കുഴപ്പമില്ല. നമ്മുടെ ആംറസ്റ്റും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ആംറസ്റ്റാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ലെഗ് സ്പേസ് നോക്കാം. ലെഗ് സ്പേസ് വളരെ നല്ല രീതിക്ക്, എനിക്ക് ഒരു 172 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. കാലൊക്കെ നമുക്ക് നീട്ടി വെച്ചിരിക്കാൻ പറ്റും. ഹെഡ് റൂമും ഉണ്ട്, നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് നമുക്ക്. അത് കണക്ക് ലെഗ് റൂമും നല്ല രീതിയിൽ നമുക്ക് സ്പേസ് ഉണ്ട് കേട്ടോ. അതെ, നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. വേറെ പറയത്തക്ക രീതി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഗ്രാബ് റെയിലുണ്ട്, നമുക്ക് പുറകിലിരിക്കുന്നത് പിടിക്കും. പിന്നെ എല്ലാ പാസഞ്ചേഴ്സിനും സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് നല്ല ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ എല്ലാ പാസഞ്ചേഴ്സിനും സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡോർ പാഡിലോട്ട് വരാം. ഫ്രണ്ട് വശത്ത് ഡോർ പാഡ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. 4 സ്പീക്കർ വരുന്നുണ്ട് മ്യൂസിക്കിന് കേട്ടോ.
പിന്നെ അല്ലാതെ ഇവിടെ നമ്മുടെ പവർ വിൻഡോയുടെ കാര്യങ്ങളൊന്നും ഈ ഇവിടെ അല്ല, ഫ്രണ്ട് ഡോറിലല്ല വരുന്നത്. നമുക്ക് ഇച്ചിരി ഒന്ന് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ദാണ്ട് ഇവിടാണ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബട്ടൺ വരുന്നത്. അതായത് ഇലക്ട്രിക്കലി മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഇത് ട്രാക്ഷൻ കൺട്രോളാണ്. ഏകദേശം 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ച് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആവുന്നതാണ്. ട്രാക്ഷൻ കൺട്രോൾ ഉപയോഗിക്കാൻ എന്തിനാണെന്ന് അറിയില്ല. അത്യാവശ്യം നമ്മുടെ മണലിലോ അല്ലെങ്കിൽ ഒരു ചെളിയിലോ പെട്ട് നമ്മൾ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്താൽ നമുക്ക് വണ്ടി പെട്ടെന്ന് സ്പിന്ന് ചെയ്ത് കയറി വരുന്നതായിരിക്കും ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്താൽ. പിന്നെ ഇവിടെയാണ് കേബിൾ അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കേബിൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയാണ് വരുന്നത് കേട്ടോ. പ്രത്യേകിച്ച് പറയാൻ പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പുറകിലോട്ട് സീറ്റ് ഇടുമ്പോൾ സ്റ്റിയറിങ്ങിലോട്ട് വന്നതാണ്ടേ ഒരു മ്യൂസിക് കൺട്രോളും മ്യൂസിക് സിസ്റ്റവും മറ്റുമൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നമ്മൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നതിനും മറ്റു കാര്യങ്ങൾക്കും. പിന്നെ ഫോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കർ പോലെ കേൾക്കുന്നതിന് ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതേ കണക്ക് ഒരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് റിയൽ ടൈം മൈലേജും അതുപോലെ തന്നെ ആവറേജ് മൈലേജും നമ്മൾ ഒരു 4 ട്രിപ്പ് മീറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആവറേജ് നമ്മുടെ വണ്ടിക്ക് കിട്ടുന്ന മൈലേജും മറ്റു കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടാനും ഒക്കെ ഒരു നല്ല രീതിയിലുള്ള ഒരു ടച്ച് സ്ക്രീനാണ് വന്നിരിക്കുന്നത് ഇതിൽ. പിന്നെ അതേ കണക്ക് ഇതാണ്ട് പവർ വിൻഡോ, ഫ്രണ്ട് 2 പവർ വിൻഡോ ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആയാൽ പോലും ഫ്രണ്ട് 2 പവർ വിൻഡോ ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിൽ ഇവിടെ ഇതാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു എ സി കൺട്രോൾ താണ്ട് ഇവിടെയാണ്. വളരെ മികച്ച ഒരു എ സി ആണ് വരുന്നത്. ഇതൊരു മാനുവൽ ഗിയർ ബോക്സ് വണ്ടിയാണ് വന്നിരിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വണ്ടി വന്നിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഒരു നമ്മുടെ ഈ ഫ്രണ്ട് വശമൊക്കെ ഒരു ക്യാരക്ടർ ലൈനൊക്കെ പിടിച്ചേക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ വന്നിരിക്കുന്നത്. ഈ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോൾ നമുക്കറിയാമല്ലോ, നമ്മൾ മിനി കൂപ്പറിലാണ് കണ്ട രീതിയിലുള്ള ഒരു സ്പീഡോമീറ്റർ കൺട്രോളാണ് ഇതിൽ വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. ആണ് എ സി വെൻറ്റും മറ്റു കാര്യങ്ങളും വരുന്നത്. ഇവിടെ 2, അത് കണക്ക് ഇവിടെ ഒരെണ്ണം, അതുകൊണ്ട് ഇവിടെയും ഒരെണ്ണമാണ് എ സിയുടെ കൺട്രോളിൽ വരുന്നത്. പിന്നെ സ്പീഡോമീറ്റർ മറ്റൊക്കെ വരുന്നത് ഇവിടെ ആണ്. വളരെ നന്നായി തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ യു എസ് ബി ചാർജറും മറ്റൊക്കെ ചെയ്യുന്നതിൻ്റെത്. അത് കണക്ക് 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഈ വണ്ടിയുടെ എൻജിൻ റൂം ഒന്ന് കണ്ടിട്ട് വരാം. എൻജിൻ റൂം വേഗം തന്നെ പൊക്കാം. എൻജിൻ റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം 1 ലിറ്റർ കെ സീരീസ് ഡുവൽ ജെറ്റ് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നതിനകത്ത്. ഏകദേശം 66 bhp പവറും അത് ഒരു 5500 RPM. പരമാവധി ടോർക്ക് വരുന്നത് 89 Nm ടോർക്ക്. ഏകദേശം 3500 RPM ആണ്. നമ്മളൊരു ട്രാഫിക്കിലും സിറ്റിയിലൊക്കെ ഓടിക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. പിന്നെ ABS EBD അങ്ങനത്തെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും വരുന്നുണ്ട്. ആദ്യ കണക്ക് ഇതിനകത്ത് കേബിൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇതിനകത്ത് 6 എയർ ബാഗ് വരുന്നില്ല. സ്റ്റാൻഡേർഡായിട്ട് 2 എയർ ബാഗ് മാത്രമാണ് ഇതിൽ വരുന്നത്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. നമുക്കിനി എക്സ്പ്രസ്സോടെ വില വിവരങ്ങൾ അറിയാം. ഓണമായിട്ട് നിരവധി ഓഫറുകൾ നമ്മുടെ കൊല്ലം സാരഥിയിൽ നിരവധി ഓഫറുകളാണ് സാരഥിയിലുള്ളത്. നമുക്ക് ഏകദേശം വണ്ടിയുടെ വില വിവരങ്ങളൊന്നും അറിയാം. എക്സ്പ്രസ്സോ LXI മോഡലിന് 4,45,000 രൂപയാണ് വരുന്നത്. ഒരു 10,000 രൂപ ഓഫറായിട്ട് ഓണത്തിനുണ്ട്. അപ്പോൾ 4,35,000 രൂപയാണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്. അതേ കണക്ക് VXIക്ക് വരുമ്പോൾ 5,02,000 രൂപയാണ് വരുന്നത്. ഓണത്തിൻ്റെ ഓഫറായ 10,000 രൂപ കുറഞ്ഞ് 4,92,000 രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസ് റേഞ്ച് വരുന്നത്. അതേ കണക്ക് VXI പ്ലസ് വരുന്നത് 5,53,000 രൂപയാണ്. 10,000 രൂപ ഓഫർ ഇട്ട് 5,43,000 രൂപ നമ്മുടെ സാരഥിയിലുണ്ട്. അതേ കണക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് VXIക്ക് 5,59,000 രൂപയും ഓഫർ കഴിഞ്ഞ് 5,49,000 രൂപയാണ് വരുന്നത്. അതേ കണക്ക് VXI പ്ലസ് ഓട്ടോമാറ്റിക്കിന് വരുന്നത് 6,26,000 രൂപയാണ്. 10,000 രൂപ ഓഫർ പ്രൈസ് കുറച്ച് 6,16,000 രൂപയാണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസുകൾ വരുന്നത്. അതേ കണക്ക് എക്സ്ചേഞ്ച് ഓഫറായിട്ട് 15,000 രൂപയും വരുന്നുണ്ട്. NRI ഓഫറായിട്ട് 3,500 രൂപയും കോർപ്പറേറ്റുകൾക്ക് 2,000 രൂപയും ഓഫർ വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ 2,000 രൂപയുടെ കുറവും കൂടെ ഈ വണ്ടിയിൽ ഓണം ഓഫറായിട്ട് നിലവിലുണ്ട്. ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമുക്കൊരു 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ EMI ആയിട്ട് വരുന്നത് ഏകദേശം 7,000 രൂപ വെച്ച് 7 വർഷത്തേക്കും അതുപോലെ തന്നെ 9,300 രൂപ വെച്ച് 5 വർഷത്തേക്കും നമുക്ക് EMI അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക.